നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഇന്ന് രാവിലെ ഞാൻ ഈ വാർത്തയൊക്കെ നോക്കുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കണ്ടത്. പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ഇത് ഏറെ ഒരു ആശ്വാസം നൽകുന്ന ഒരു സാധനം തന്നെയാണ്. കാരണം നിരവധി ബന്ധങ്ങളെ അവരെ ഉഭയസമ്മതപ്രകാരം കറങ്ങാൻ പോവുകയും ആ ബന്ധം വളരെ ഇൻറ്റിമേറ്റ് ആവുകയും ലൈംഗിക ബന്ധത്തിൽ ഉഭയസമ്മതപ്രകാരം ഏർപ്പെടുകയും ചെയ്യുകയും എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ബലാത്സംഗമായി കൊണ്ട് പരാതി കൊടുക്കുകയും അതിനെ തുടർന്ന് ഈ സമൂഹത്തിൽ തന്നെ ഒരുപാട് മോശപ്പെട്ട വ്യക്തികളാക്കപ്പെടുന്ന നിരവധി പുരുഷന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അദ്ദേഹം ഒരു പരാമർശനം നടത്തിയിട്ടുണ്ട്. കാരണം ഉഭയസമ്മതപ്രകാരം ബന്ധപ്പെടുകയും പിന്നീട് ഇത് ബലാത്സംഗ പരാതിയായി വരികയും ചെയ്യുമ്പോൾ കോടതികൾ അതിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തു വേണം. കാരണം പിന്നീട് തെളിയിക്കപ്പെടാം അത് ബലാത്സംഗമല്ല എന്ന്. എന്നാൽ പോലും ആ സമയത്തുണ്ടാകുന്ന ആ അപമാനവും സമൂഹത്തിലുണ്ടാകുന്ന ആ ഒരു ഇതെല്ലാം ആണുങ്ങളെ ഒരുപാട് ബാധിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ആണുങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു പരാമർശം തന്നെയല്ലേ? അല്ല, ആണുങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന പരാമർശമാണ്, ഒരു വലിയ നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ കോടതി വിധി മുമ്പും ഇത്തരത്തിലുള്ള കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ഈ വിധി പ്രത്യേകം ശ്രദ്ധേയമാവുന്നതെന്ന് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ വിവാഹമോചിതയായിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളുമായി സ്നേഹത്തിലാവുന്നു അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലാവുന്നു, എന്നിട്ട് ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് പോയിട്ട് എന്തെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷനിൽ ഡിലേ വരുമ്പോൾ, ഗ്യാപ്പ് വരുമ്പോൾ അവർക്കെതിരെ പീഡന പരാതി കൊടുക്കുന്നു. ഇത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ബെച്ചു കുര്യൻ തോമസ് പറയുന്നത്. അത് സത്യമാണ്. കാരണം രണ്ടുപേരും ഒരുമിച്ച് സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അത് പീഡന പരാതിയാക്കി മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ ക്രൂരത തന്നെയാണ്. എന്താണ് റേപ്പ് എങ്ങനെയാണ്? അതിന് കുറേ നിർവചനം നമ്മുടെ നിയമങ്ങളും ഭരണഘടനയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ ആ രീതിയിൽ മാത്രമേ നമ്മൾ ആ സമയത്ത് അതിനെ നോക്കിക്കാണാവൂ. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ചേച്ചി നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അതായത് ഒരാൾ ഒരു കുറ്റവാളിയാണ് എന്ന് നമ്മൾ ഒരു ആരോപണം ഒരാൾക്ക് നേരെ ഉന്നയിക്കുമ്പോൾ സമൂഹം അയാളെ കുറ്റക്കാരനായി കാണും. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം. ഏതെങ്കിലും തരത്തിലൊരു കേസ് വരികയാണെങ്കിൽ ഉടനെ തന്നെ സമൂഹം പറയും, അയാൾ തെറ്റുകാരനാണ്. അല്ല, പോലീസ് പറയുന്നത് കേട്ടിട്ട് ഇവർ പറയും ഇയാൾ തെറ്റുകാരനാണ്. കോടതി ഇയാളെ വെറുതെ വിട്ട് കഴിഞ്ഞാലും സമൂഹം പറയും എന്താണെന്ന് വെച്ചാൽ ഇത് പൈസ കൊടുത്ത് രക്ഷപ്പെട്ടതാണ്. അല്ല, ഇപ്പൊ ഇങ്ങനൊരു പരാതി വരുമ്പോ ഇപ്പൊ മാധ്യമങ്ങളായാലും പീഡന കേസിൽ അറസ്റ്റിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് വാർത്ത ബ്രേക്കിംഗ് ആയിട്ട് വരെ കൊടുക്കും. പക്ഷേ ഇതിന്റെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ തെറ്റുകാരനല്ല എന്ന് കോടതി വിധിക്കുമ്പോൾ അതാരും അത്ര വലിയ വാർത്തയാക്കാറില്ല. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം അടുത്ത് ബാലചന്ദ്ര മേനോനെതിരെയും ജയസൂര്യക്കെതിരെയും നിവിൻ പോളിയുടെ കേസിൻ്റെ പുറത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇവരൊന്നും കുറ്റവാളികളല്ല, ഇവർക്ക് തെളിവില്ല, പോലീസ് കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഘോരം ഇവിടെ വാദിച്ച മാധ്യമങ്ങളൊന്നും അത് കൊടുത്തില്ല. ഇവർക്കൊന്നും കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇവർ ആലോചിച്ചില്ല. അതായത് മാധ്യമങ്ങളുടെ റേറ്റിംഗിന് വേണ്ടി പല കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ പോലീസ് ഒരു കേസ് കിട്ടുന്നു, ഒരു പരാതി കിട്ടുന്നു. ആ പരാതിയിൽ FIR ഇടുന്നതിന് മുമ്പ് പോലീസ് കൃത്യമായിട്ട് ഈ കേസിൽ വസ്തുതയുണ്ടോ എന്ന് പ്രാഥമികമായിട്ടൊരു അന്വേഷണം നടത്തണം. ആ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് FIR ഇടുന്നത്. നേരെ തിരിച്ച് ഇവിടെ പോലീസ് എന്താ ചെയ്യുന്നത്? പോലീസ് ചെയ്യുന്നത് നേരെ ഒരു സ്ത്രീ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ തൊപ്പി തെറിക്കുമോ, ഈ പരാതി എടുത്തില്ല എന്ന് പറയുമോ, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ട് പോലീസ് നേരെ പോയിട്ട് ഈ പീഡന പരാതിയിൽ കേസെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കേസെടുത്ത് FIR ഇട്ട് ഇയാൾ ഇതിനെ പുറകെ പോയി ഇയാളുടെ, അതായത് പ്രതിയുടെ ഉത്തരവാദിത്തമാണ്, താൻ പ്രതിയല്ല എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്തമാണെന്നേ. അതല്ല ഏറ്റവും വലിയ പ്രശ്നം. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമല്ല. സ്റ്റേറ്റിന് ഇയാൾ പ്രതിയാണ് തെളിയിക്കേണ്ട കാര്യമില്ല, ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. പ്രതിക്ക് തെളിയിക്കണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഇതിന് ഏതെങ്കിലും തരത്തിൽ ഒരു കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കോടതിയിൽ പോകുന്ന സമയത്ത് അതിന് കാലങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ. അതിന് സർക്കാർ വീണ്ടും അപ്പീൽ പോകുന്നൊരു സ്ഥിതി. അപ്പോൾ ഇത് മാറണം എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അപ്പോൾ സത്യമല്ലേ കാര്യം? ഇപ്പം ഞാൻ തന്നെ ഏതെങ്കിലും ഒരു കേസ് കുടുങ്ങി കഴിഞ്ഞാൽ എന്നെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞാലും ആളുകൾ എന്താ പറയുക, മാധ്യമപ്രവർത്തകനാണ്, അത് മാധ്യമപ്രവർത്തനാണ്, അത് പൈസ കൊടുത്ത് ഒതുക്കി എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇത് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഗൂഗിളിൽ കോടതിയുടെ സൈറ്റിൽ ചെന്നാൽ നമ്മുടെ ആ വിധിയുടെ പകർപ്പ് നമുക്ക് കിട്ടും. എന്താണ് ഹൈക്കോടതി ജഡ്ജ് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഏത് കോടതി ആയിക്കോട്ടെ അതിൽ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതൊന്നും എടുത്ത് വായിച്ചു നോക്കാൻ പോലും തയ്യാറാവാതെ ഇവർ ഏകപക്ഷീയമായിട്ട് ഇവർ തീരുമാനിക്കും
ഇത് പൈസ കൊടുത്ത് ഒതുക്കിയിരിക്കുന്നു. അങ്ങനെയൊന്നും എളുപ്പത്തിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. പോലീസിനൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ കോടതികളെയൊന്നും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ വിവാഹിതയായ സ്ത്രീകളെ എടുത്തു പറയുമ്പോൾ, അതായത് ഒരു പുരുഷനുമായി സൗഹൃദത്തിലായിരുന്നിരിക്കട്ടെ, റൂം എടുക്കാൻ പോകുമ്പോൾ ഇവരെന്ത് വിചാരിക്കുന്നു? അവിടെ പോയി രാമായണം വായിക്കാൻ പോകുന്നതാണ്. അല്ല, ഇപ്പോഴത്തെ സ്ത്രീകൾ, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാര്യമുണ്ടെന്നാണ്. ഇപ്പം പല ആളുകളും പറഞ്ഞൊരു ന്യായം, റൂം എടുത്തത് കൊണ്ട് എന്താ പ്രശ്നം, ഒരുമിച്ച് പോയത് കൊണ്ട് എന്താ പ്രശ്നം, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, പിന്നെ എന്താണ് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. ഈ വിവാദരാവത്തെ ചെറിയ പിള്ളേരാണ് ഇത് പറയുന്നതെങ്കിൽ ശരി, അവർക്ക് അറിയില്ല, ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്ന് പറയാം. ഇവർ സംസാരിക്കുമ്പോൾ എന്താ ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണോ ഈ റൂം എടുക്കാൻ പോകുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരാളുടെ കൂടെ റൂം എടുക്കുമ്പോൾ അയാളുടെ എന്ത് മാനസികാവസ്ഥയിലാണ് അയാൾ വിളിക്കുന്നത്? സോഷ്യൽ മീഡിയ പരിചയപ്പെട്ട ആള്, ആ ഒരു കേസാണ് ഇപ്പൊ ഈ പരാമർശത്തിന് കാരണമായത്. അതാണ് ഞാൻ പറഞ്ഞത്. സോഷ്യൽ മീഡിയ പരിചയപ്പെട്ട് ബന്ധം ഉണ്ടായി അവർ പോകുന്നു, ഒരു സ്ഥലത്തെത്തുന്നു, റൂം എടുക്കുന്നു. ഈ സമയത്തൊക്കെ പലതും സംഭവിക്കാം. അതായത് അതിനൊക്കെ അഭിമുഖീകരിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് അവർ പോകുന്നത്. എന്നിട്ട് പിന്നീട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നത് നമുക്ക് യോജിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കേസുകളിൽ ഇത്തരം വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകളെ മാതൃകാപരമായി ശിക്ഷിച്ചിട്ട് അതിന് നല്ല രീതിയിലുള്ള പ്രചരണം കൊടുക്കണം. അല്ല, അത് പലപ്പോഴും നമ്മുടെ സിസ്റ്റം അത് ചെയ്യുന്നില്ല ചെയ്യണം. എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ സംഭവമാണത്. കാര്യം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ റേപ്പ് വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് നീതി കിട്ടാതായി പോകും. അവരെയും സമൂഹം അങ്ങനെ കാണുന്നൊരവസ്ഥയിലേക്ക് വരും. അത് പാടില്ല. പോലീസ്, പക്ഷേ ഈ ഒരു വിധിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ നടപ്പിലാക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, കേരള പോലീസിൻ്റെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ കുറ്റവാളിയായ ഒരാൾക്കെതിരെ ഒരു വനിത കേസ് കൊടുത്തു. അപ്പോൾ പറയും, കോടതിയുടെ പുതിയ വിധിയുണ്ട്, ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഞങ്ങൾ കേസെടുക്കത്തുള്ളൂ എന്ന് പറയും. നീതി കിട്ടില്ല. അപ്പം ഈ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒരാൾ പറയുമ്പോൾ ചിലപ്പോൾ പരാതി എടുക്കാൻ വൈകുന്നു. ഇങ്ങനെ ഈ ഒരു വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പല കളികളും കളിക്കുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. ആ സിസ്റ്റം മാറണമെങ്കിൽ ഭരണകൂടം മാറണം. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാണ്? ആഭ്യന്തര വകുപ്പിലുള്ള ആളുകൾ ആരാണ്? അവർ ശക്തമായ തീരുമാനം എടുത്താൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കോടതിക്ക് ഇപ്പോൾ ചില വിധികളൊക്കെ പ്രസ്താവിക്കാൻ മുന്നോട്ട്, പക്ഷെ നടപ്പിലാക്കേണ്ടത് ആരാണ്? നമ്മുടെ ഭരണകൂടവും നമ്മുടെ പോലീസും നമ്മുടെ ആഭ്യന്തര വകുപ്പും ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയാണ്. അവർ നന്നാവാൻ തീരുമാനിച്ചാൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ എന്തേ ഉള്ളൂ ഒരു കൃത്യമായ നമുക്കൊരു നീതി കിട്ടത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ ഈ കേസ് മാത്രമല്ല, ഒരു കയ്യിൽ പശുവിറച്ചി, അതായത് ബീഫ്, പോത്തിറച്ചി സൂക്ഷിച്ചതിന് മ്ലാവിറച്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ 30 ദിവസമോ 90 ദിവസമോ ജയിലിൽ കിടന്നു. എന്നിട്ട് ഇത് കൊണ്ടുപോയി നോക്കുന്ന സമയത്ത് ഇത് എന്താണ്? ബീഫാണ്. ഇവരെന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നതാണ്? ഇപ്പോൾ കോടതി പോലും, അതായത് കോടതിയിലേക്ക് കേസ് എത്തുമ്പോൾ ഇവർ കൊടുക്കുന്ന FIR അടിസ്ഥാനത്തിൽ മാത്രം താഴത്തെ കോടതികൾ ഇയാളെ റിമാൻഡ് ചെയ്യാണ്. പെട്ടെന്ന് അതിൻ്റെ റിപ്പോർട്ട് വരുന്നില്ല. ചിലപ്പോൾ ചില ഈ അടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കയ്യിൽ കൽക്കണ്ടം വെച്ചതിന് ഒരുത്തനെ കല്ലാണ്, അതായത് ഈ പറയുന്ന MDMA ആണ് എന്ന് പറഞ്ഞു കൊണ്ടുപോയി കൂവമാവിനെ LSD എന്ന് പറഞ്ഞ് ഒരു ബ്യൂട്ടീഷ്യനെ സ്കൂളിൽ നിന്ന് പിടിച്ച് കേസല്ലേ, മരുമകളുടെ അനിയത്തി, അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതെ, പിന്നെ നമ്മുടെ ഈ കേസ് ബ്യൂട്ടി പാർലർ നടത്തിയിട്ടുള്ള ആ സ്ത്രീയുടെ കേസ് ഓർമ്മയുണ്ടായിരുന്നു, എന്നോട് പേരും മറന്നുപോയി, തൃശ്ശൂരുള്ള കേസ്. ആ കേസിലും പിന്നെ കൊടുങ്ങല്ലൂരിനടുത്താണ് ആ സംഭവം. ആ കേസിലും, പക്ഷെ ആ കേസിൽ വേറെ കാര്യമുണ്ട് കേട്ടോ. ആ കേസിൽ ഇവർ പോയിട്ട് ഈ ബാംഗ്ലൂരിൽ നിന്ന് യഥാർത്ഥ മയക്കുമരുന്നാണ് അവർ വാങ്ങിയത്. ഇവരെ വാങ്ങാൻ പോയവരെ മറ്റേയാൾ പറ്റിച്ചു. ഷീല സണ്ണി കേസ് അവർ പറ്റിച്ചു. അവർ ഇത് കൊണ്ടുവന്ന് വെച്ചു. ഇത് പിടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥൻ ആ വിവരം പോലും എക്സൈസ് ഉദ്യോഗസ്ഥനില്ല. പക്ഷേ അയാളുമായിട്ട് ഗൂഢാലോചന നടത്തി എന്നാണ് ഇവർ പറയുന്നത്. അത്രയോ ദിവസമാണ് അവർ ജയിലിൽ കിടന്നത്. ആലോചിക്കണം, 90 ദിവസം ഒരാൾ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത്. ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിടുകയാണ്, നമുക്ക് ഒരു ഫോണില്ല, ഒരു സംഭവമില്ല, ആരെയും സംസാരിക്കാൻ കഴിയത്തില്ല. തെറ്റായിട്ട്, അതായത് നമ്മൾക്ക് അർഹിക്കാത്ത 90 ദിവസമാണ്. അതിന് എത്രമാത്രം നമുക്ക് നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവുമോ? ഇതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ എന്നെ ആരെങ്കിലും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി വിളിക്കുമ്പോൾ, എന്നിട്ട് പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പോയത് കൊണ്ട് ഒരു നിയമവും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ല, അതിലിപ്പോൾ വേറെ, ഇപ്പോൾ എല്ലാവരും ഒരു ലിവിങ് റിലേഷൻഷിപ്പ് ഒരു 3 മാസം നമുക്ക് നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഒത്തുപോകാൻ കഴിയുമെങ്കിൽ ഒരു ഒന്നിച്ചുള്ള ജീവിതത്തിലേക്ക് കടക്കാം എന്നൊരു പോയിന്റ് പലരും ഇപ്പോൾ ഉയർത്തി കാട്ടുന്നുണ്ട്. കാലം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത് അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു 3 മാസം ഒരു ട്രയൽ ലൈഫിന് പോയിട്ട് 3 മാസം കഴിയുമ്പോൾ ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന് പുരുഷൻ പറഞ്ഞാൽ അപ്പോൾ ഉടനെ ബലാത്സംഗ പരാതി കൊടുക്കുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. മാത്രമല്ല, ഇപ്പം അടുത്തൊരു വക്കീൽ, ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു കാര്യം പറയുന്നത് കേട്ടു. അതായത് നിങ്ങൾ ഇങ്ങനെ എപ്പോഴെങ്കിലും റൂം എടുക്കാൻ പോവുകയാണെങ്കിൽ ദയവായി നിങ്ങൾ ആ സ്ത്രീയെ കൊണ്ട് റൂം ബുക്ക് ചെയ്യുക. അല്ല, സ്ത്രീ കൺസെന്റ് എഴുതി വാങ്ങിക്കുക. സ്ത്രീയെ കൊണ്ട് റൂം ബുക്ക്
ബുക്ക് ചെയ്യിക്കുക. എനിക്ക് കർശനം എന്നെ ഭീഷണിപ്പെടുത്തി ചെയ്ത വേദി വാങ്ങിച്ചതൊക്കെ പറയാമല്ലോ. പക്ഷേ ഈ സ്ത്രീയുടെ മൊബൈലിൽ നിന്ന് ഈ സ്ത്രീ ബുക്ക് ചെയ്യുമ്പോൾ അതിന് വലിയ നിയമത്തിന്റെ എന്താണ് സംരക്ഷണമുണ്ട്. മാത്രമല്ല ഇവരുടെ പ്രൂഫ് കൊടുക്കാതെ ഒരു സ്ഥലത്തും റൂം കിട്ടത്തില്ല. അപ്പൊ ഇവർ കൊടുക്കാതെ ഇവർ പ്രൂഫ് കിട്ടത്തില്ലല്ലോ. രണ്ടുപേരുടെയും കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. ഇവിടെ തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണെന്ന് തോന്നുന്നു, വിവാഹം കഴിഞ്ഞ് വിവാഹമോചിതയായിട്ടുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നു. അവർ കാണുന്നു, അവർ റൂം എടുക്കുന്നു. അതിനുശേഷം ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർ തമ്മിൽ തെറ്റിയെന്ന് പറഞ്ഞു പീഡന കേസ് കൊടുക്കുന്നു. ഇത് ഹൈക്കോടതി വരെ എത്തേണ്ടി വരുന്നു. പക്ഷേ ഹൈക്കോടതി ഇത് കൃത്യമായിട്ട് ഇത് പഠിച്ചു. എവിടെയൊക്കെയാണ് ആ സമയത്ത് ഏതൊക്കെ ട്രവറിൻ്റെ ലൊക്കേഷൻ ഇവർ ഉണ്ടായിരുന്നൊക്കെ പോലീസിനോട് കൃത്യമായി ചോദിച്ചു. ഇവർ കൊടുത്ത പ്രൂഫ് ഹാജരാക്കാൻ പറഞ്ഞു. അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ജഡ്ജിക്ക് മനസ്സിലായത് ഇത് ഒരു ഫ്രോഡ് കേസാണെന്ന് മനസ്സിലാവുന്നു. ശക്തമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. മാത്രമല്ല ഇത്തരത്തിൽ കേസുകൾ എടുക്കുമ്പോൾ അവരുടെ ആത്മാഭിമാനത്തെ വലിയ ചോദ്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് മുറിവേൽക്കുകയോ ചെയ്യും. അതുകൊണ്ട് കേസ് എടുക്കുന്ന കാര്യത്തിൽ പോലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില ഇടപെടലുകൾ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് വേറെ ഒരു ഡൗട്ട് കൂടെ ഉള്ളത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടു, ശരി ഒന്നിച്ച് ജീവിക്കാം എന്നെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അവർ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് അവർ ഒന്നിച്ച് സ്റ്റേ ചെയ്യാൻ പോയി. അപ്പോൾ ഇത് കഴിയുമ്പോൾ ആളുടെ സ്വഭാവം മാറുകയാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ആൾ പോകുന്നു എന്ന് വെച്ചോ. അപ്പോൾ അതൊരു വഞ്ചനാപരമായ ഒരു സമീപനമായിട്ട് കരുതാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ വഞ്ചന കുറ്റം ആരോപിച്ച് നമുക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാം. പക്ഷെ ഒരിക്കലും ഒരു ബലാത്സംഗം അതിൽ ആരോപിക്കാൻ പാടില്ല. വഞ്ചന കേസ് ഉപയോഗിച്ച് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ കുറ്റം ആരോപിച്ചുകൊണ്ട് നമുക്ക് പറയാം. പക്ഷെ അത് എത്രത്തോളം നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ശരീരം മോഹിച്ച് മാത്രം വരുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലോ ലിവിങ് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഡേറ്റിങ്ങിനോ ഒക്കെ പോകുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അകറ്റി വെക്കുക. അതിന് ടൈമുണ്ട് എന്ന് മനസ്സിലാക്കുക. അത്രയും വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നിൽക്കാതിരിക്കുക. ആരാണ് എപ്പോഴാണ് കാലുമാറുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത ലോകമാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം സ്ത്രീകളുടെ ശ്രദ്ധയിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ആൾക്കാർക്ക് വൈബ് നഷ്ടപ്പെടുക എന്ന് അറിയാൻ പറ്റില്ലല്ലോ.